ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയ ആളെ പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. പ്രതി ചോദ്യം ചെയ്തു വരികയാണ്. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ് ദിലീപ്. എന്താണ് ഈ മേയറിനെ, ഈ അനിൽകുമാറും മേയറും തമ്മിൽ ഇത്ര ബുദ്ധിമുട്ട്? അനിൽകുമാർ എന്താ മേയറിനോട് ഇത്ര വലിയ കലിപ്പ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇക്കാര്യം തന്നെയാണ് പോലീസും പ്രതിയോട് ചോദിച്ചു വരുന്നത്. 52 വയസ്സുള്ള അനിൽകുമാറിനെയാണ് ഇപ്പോൾ കൊല്ലം മേയറായ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയതിന് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഹണി ബെഞ്ചമിൻ്റെ വീടിന് സമീപത്ത് ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് എന്തിനാണ് ഇത്തരത്തിൽ ഇന്നലെ നമ്മൾ CCTV ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഈ അനിൽകുമാർ കയ്യിൽ കത്തിയുമായി എത്തി പല ആളുകളോട് ഹണി ബെഞ്ചമിനെ തിരക്കുകയടക്കം ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ നേരത്തെ മേയർ ഒരു ഇതിനെടുത്തിരുന്നില്ല, അവഗണിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് പല ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അനിൽകുമാറിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഇത് കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ പരസ്പര വിരുദ്ധമായ ചില മറുപടികളാണ് ഈ പ്രതി പറയുകയും ചെയ്തത്. ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് തേവള്ളിയിൽ ഒരു വാടക വീട്ടിലാണ്. നേരത്തെ ഹണി ബെഞ്ചമിൻ്റെ വീടിന് സമീപത്ത് താമസിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട്. ഇനി എന്തിനാണ് വധഭീഷണി മുഴക്കിയത് എന്നുള്ള കാര്യങ്ങളടക്കം പ്രതിയിൽ നിന്ന് പോലീസിനെ ചോദിച്ചറിയുന്നുണ്ട്. പ്രതിയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, നമ്മൾ മേയറോട് സംസാരിച്ചായിരുന്നോ ദിലീപ്? ഇന്നലെ നമ്മൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മേയറോട് സംസാരിച്ചു. മേയർ നമ്മുടെ അടുത്ത് ഇക്കാര്യം പറയുകയും ചെയ്തു. അതായത് തനിക്ക് ശത്രുക്കളൊന്നുമില്ല, തൻ്റെ മുന്നിൽ എത്തുന്നവരുടെ എല്ലാവരോടും തന്നെ സൗമ്യമായി പെരുമാറുന്നു, ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ശത്രു ഇല്ല എന്ന് തന്നെയാണ് മേയർ നമ്മുടെ അടുത്തും പറഞ്ഞത്. എന്നാൽ മേയർക്ക് തന്നെ ഒരു അതിശയമായിട്ടുണ്ട്. തൻ്റെ ഇത്രയും കാല ജീവിതത്തിൽ തനിക്ക് ഇത്രയും വലിയൊരു ശത്രു ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പേടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചറിയിക്കുകയും പോലീസ് മേയർക്ക് ഒരു സുരക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, അവർ തമ്മിൽ വിരോധമൊന്നുമില്ല അല്ലേ ദിലീപ്? മേയർക്ക് ഇയാളെ അറിയില്ല എന്നാണ് മേയർ പറയുന്നത്. പല ആളുകൾ വന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ആളെ ഇനി കണ്ടാൽ, മുഖം കണ്ടാൽ ചിലപ്പോൾ അറിയുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ പേര് കേട്ടപ്പോൾ ഒരു പരിചയമില്ലാത്ത പേരാണ് എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, കൊല്ലത്തിൻ്റെ കീലേരിയാണോ ഈ അനിൽകുമാർ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കത്തിയൊക്കെ പിടിച്ച് മറ്റേ കീലേരി വരുന്ന പോലെയാ ഒരു കീലേരി അച്ചുവിനെ പോലെ തന്നെ ആയിരുന്നു കത്തിയുമായി അദ്ദേഹം നടന്നത്. പക്ഷേ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പം ഭവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ സ്റ്റേഷൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു ദിലീപ്.